ഹായ് എവരി വൺ, വെൽക്കം ടു ദി വുമൺ ഓഫ് ഓണർ സീരീസ്. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ സങ്കേത നഗരത്തെക്കുറിച്ച് ഒരു കാര്യം പറയുകയുണ്ടായി, ഷേഖേമിനെ കുറിച്ച്. എന്നാൽ ഇന്ന് വേറൊരു സങ്കേത നഗരത്തെക്കുറിച്ച് പറയാമെന്ന് ആഗ്രഹിക്കുകയാണ്. ഇത് പറയുമ്പോൾ ഞാൻ എൻ്റെ ഫാദർ ഇൻ ലോ എനിക്ക് തോന്നുന്ന ഒരു 45 വർഷങ്ങൾക്ക് മുമ്പ് പാടിയ ഒരു പാട്ട് ഞാൻ ഓർക്കുകയാണ്. ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത പക്ഷേങ്കിൽ ആ പാട്ട് അവൈലബിൾ അല്ല. എനിക്ക് 4 ലൈനേ ഇപ്പോൾ ഓർമ്മയുള്ളൂ, ബാക്കിയൊക്കെ മറന്നുപോയി. എന്നാലും ഞാൻ ഇഷ്ടപ്പെടുകയാണ് ആ 4 ലൈൻ പാടാനായിട്ട്. ശബ്ദമൊന്നും ശരിയല്ല, എന്നോട് ക്ഷമിക്കണം. എന്നാലും സങ്കേത നഗരമേശുവിങ്കൽ ശങ്കയന്യേയോടി വന്നിടുക, സങ്കടത്തിനൊരു വകയില്ലാതെ സന്തതമവൻ നമ്മെ കാത്തുകൊള്ളും, കാത്തുകൊള്ളും, കാത്തുകൊള്ളും. സന്തതമവൻ നമ്മെ കാത്തുകൊള്ളും, സങ്കേത നഗരമേശുവിങ്കൽ ശങ്കയന്യേയോടി വന്നിടുക, സങ്കടത്തിനൊരു വകയില്ലാതെ സന്തതമവൻ നമ്മെ കാത്തുകൊള്ളും, കാത്തുകൊള്ളും, കാത്തുകൊള്ളും. സന്തതമവൻ നമ്മെ കാത്തുകൊള്ളും. അപ്പോൾ ഇന്ന് യോർദാൻ സങ്കേതപട്ടണങ്ങളെ തിരിക്കുമ്പോൾ 3 യോർദാന് കിഴക്കാണ് തിരിച്ചിരുന്നത്. അതിൽ ഒരു സങ്കേത നഗരത്തിൻ്റെ പേര് കാദേശ് എന്ന് പറഞ്ഞിട്ട്. കാദേശ് എന്ന ഹീബ്രു വാക്കിൻ്റെ അർത്ഥം വിശുദ്ധി എന്നാണ്, അതായത് ഹോളിനെസ്. പരിശുദ്ധനായ ദൈവത്തോടെ ഒന്നായിരുന്നാൽ പിശാചിന് ഒരിക്കലും നമ്മളെ തൊടുവാൻ സാധ്യമല്ല. 1 കൊരിന്ത്യർ 1:30 നമ്മൾ വായിക്കുമ്പോൾ ശുദ്ധീകരണമായി തീർന്നിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു. അങ്ങനെയുള്ളവർ ജ്ഞാനം, നീതി, ശുദ്ധീകരണം, വീണ്ടെടുപ്പ് എന്നിവ ലഭിച്ചവരാണ്. നമ്മൾ ക്രിസ്തുവിലായി കഴിഞ്ഞാൽ, നമ്മൾ ക്രിസ്തു യേശുവിൽ വസിക്കുന്നവരായി കഴിഞ്ഞാൽ ഈ പറയുന്ന ക്വാളിറ്റീസൊക്കെ നമുക്ക് ലഭിച്ചവരാണ്. ഓൾറെഡി നമുക്ക് വീണ്ടെടുപ്പും എല്ലാം വീണ്ടെടുക്കപ്പെട്ടവരാണല്ലോ, അങ്ങനെ ലഭിച്ചവരാണ്. ക്രിസ്തുവിൽ ഒന്നായിരിക്കിയാൽ അവനെ തൊടുവാൻ പിശാചിന് സാധിക്കില്ല. നമ്മൾ ക്രിസ്തുവിനോട് കൂടെ ആണല്ലോ വസിക്കുന്നത്. അവൻ നമ്മളിൽ വസിക്കുന്നത് കൊണ്ട് പിശാചിന് നമ്മളെ തൊടാനായിട്ട് പറ്റില്ല. അവർ അവൻ്റെ കണ്ണിൽ നിന്നും മറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾ സാത്താൻ്റെ കണ്ണിൽ നിന്ന് മറഞ്ഞിരിക്കുമെന്നാണ് കർത്താവ് പറയുന്നത്. ശരീരം, മനസ്സ്, ആത്മാവിൽ ശുദ്ധി അത് എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മൾ ആത്മാവിൽ ശുദ്ധരായിരിക്കണം. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ഓരോരുത്തർക്കും ആവശ്യമായിരിക്കുന്ന ഒരു കാര്യമാണിത്. അതുപോലെ തന്നെ ഏതെങ്കിലും പാപത്തിന് നമ്മൾ അടിമയാണെങ്കിൽ നമ്മൾ കാദേശിലല്ല താമസിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കാരണം കാദേശിൽ വിശുദ്ധിയാണ്. അപ്പോൾ വിശുദ്ധിയിൽ ജീവിക്കുന്നവന് ഒരിക്കലും പാപത്തിന് അടിമപ്പെടുന്നില്ല. പിശാചിൻ്റെ പിടിയിലാകുന്നവർ കാദേശിന് പുറത്ത് താമസിക്കുന്നവരാണ്. നമ്മൾ ഈ വിശുദ്ധി എന്ന കോട്ടയ്ക്ക് ഉള്ളിലാണോ താമസിക്കുന്നത്, അഥവാ നമ്മൾ വെളിയിലാണോ എന്നുള്ളത് നമ്മളെ തന്നെ പരീക്ഷിക്കേണ്ടതാണ്. നമ്മൾ താമസിക്കുന്നത്, നമ്മളായിരിക്കുന്നത് വിശുദ്ധി എന്ന കോട്ടയ്ക്ക് ഉള്ളിലാണെങ്കിൽ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. അതേസമയം നമ്മൾ കാദേശിലാണ്, ദൈവത്തിൻ്റെ മാറിലാണ് താമസിക്കുന്നത് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതും ആവശ്യമാണ്. നമുക്ക് ബന്ധനമുണ്ടെങ്കിൽ നമ്മൾ കാദേശിന് പുറത്തു തന്നെയാണ്. മദ്യപാനി കാദേശിന് പുറത്താണ്. എല്ലാ പാപങ്ങളും, മദ്യപാനം മാത്രമല്ല, നമ്മുടെ രഹസ്യ പാപങ്ങൾ,
നമ്മുടെ പരസ്യമായിട്ടുള്ള പാപങ്ങൾ, നമ്മൾ അറിഞ്ഞറിയാതെയും ചെയ്യുന്ന പാപങ്ങൾ, ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് ഇല്ലാത്ത മനുഷ്യർ കുറവാണ്. എന്നാൽ അതിൽ നിന്നെല്ലാം നമ്മൾ വിടുതൽ പ്രാപിച്ച് നമ്മൾ കർത്താവിൽ വസിക്കണം. അപ്പോൾ നമുക്ക് ബന്ധനത്തിൽ നിന്നും വെളിയിൽ വരുവാൻ സാധിക്കും. കാദേശിൻ്റെ പുറത്ത് താമസിക്കുന്നവന് ദൈവം രക്ഷാ സംരക്ഷണം ഒന്നും നൽകുകയില്ലെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെയാണ് കർത്താവ് സംരക്ഷണം തരുന്നുണ്ടെങ്കിൽ നമ്മൾ കാദേശിന് ഉള്ളിലാണ് താമസിക്കുന്നതെന്നും അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നമ്മൾ അതെപ്പോഴും അനുദിനം പുതുക്കം പ്രാപിച്ചുകൊണ്ട് കാദേശിന് ഉള്ളിൽ വസിക്കുവാനായിട്ട് പ്രയത്നിക്കണം. അത് നമുക്ക് സംരക്ഷണം ദൈവം നൽകാതിരിക്കുന്നു എന്ന് തോന്നുന്നെങ്കിൽ അത് ദൈവത്തിൻ്റെ കുറ്റമല്ല, അകത്ത് കയറുന്നവനെ രക്ഷയുണ്ടാകുമെന്ന് നമ്മൾ അറിയേണ്ടതാണ്. അപ്പോൾ കാദേശിന് ഉള്ളിൽ, വിശുദ്ധിക്കുള്ളിൽ നമ്മൾ വസിക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. അവർക്ക് മാത്രമേ കർത്താവിനെ കാണുവാൻ സാധിക്കുകയുള്ളൂ. മത്തായിയുടെ സുവിശേഷം 5:8 ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തെ കാണണമെങ്കിൽ ഹൃദയശുദ്ധി വേണം. ഹൃദയശുദ്ധി വേണമെങ്കിൽ നമ്മൾ കാദേശിൽ വസിക്കണം. അതേപോലെ തന്നെ സങ്കീർത്തനം 139:1 നാം വായിക്കുന്നു, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നുവെന്ന്. അപ്പോൾ നമ്മൾ അനുദിനം ശോധന ചെയ്യേണ്ടത് മാത്രമല്ല, ദൈവം നമ്മളെ ശോധന ചെയ്യുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കുകയും വേണം. അതുപോലെ തന്നെ എബ്രായർ ലേഖനം 12:14 നമ്മൾ വായിക്കുന്നുണ്ട്, ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ലെന്ന്. യേശുക്രിസ്തുവിൽ വസിക്കുന്നവരാരും പാപം ചെയ്യുന്നില്ല എന്ന് 1 ജോൺ 3:6 പറയുന്നു. പാപം ചെയ്യുന്നവരാരും യേശുക്രിസ്തുവിനെ കണ്ടിട്ടുമില്ല, ഒരു ബന്ധവുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ വെറും നാമധേയ ക്രിസ്ത്യാനികളായിട്ട് ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ ഒരു ബാവ എപ്പോഴും പറയും, ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് നല്ല മനുഷ്യരാകണമെന്നില്ല, അല്ല പാപമില്ലാത്തവരാണെന്നില്ല എന്ന്. നമ്മൾ ക്രിസ്ത്യാനിയാണെന്ന് പേര് കൊണ്ട് മാത്രം ജീവിച്ചിട്ട് ഒരു കാര്യവുമില്ല. കാരണം യേശുക്രിസ്തുവിൽ വസിക്കാത്തവന് യേശുവുമായിട്ട് ഒരു ബന്ധവുമില്ല, അവന് ക്രിസ്തുവിനെ കണ്ടിട്ടുമില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ പറയുന്ന 1 ജോൺ 3:7 ആരും നിങ്ങളെ തെറ്റിദ്ധരിക്കരുത്, നീതി പ്രവർത്തിക്കുന്നവരായിരിക്കണം. കർത്താവിൻ്റെ പേര് വഹിച്ചുകൊണ്ട്, നമ്മൾ ക്രിസ്ത്യാനി എന്നുള്ള പേര് വഹിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ മറ്റുള്ളവർ നമ്മളെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നീതി പ്രവർത്തിക്കുന്നവരായിരിക്കുകയില്ല. നീതി പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അവരെ ആരും കുറ്റം പറയുകയില്ല എന്നാണ് വചനം ഓർമ്മപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ 1 ജോൺ 3:8 പറയുന്ന, പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാകുന്നു. അതായത് പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനും മകളുമാകുന്നു. മകൾ പറഞ്ഞ് പാപം ചെയ്യുന്നെങ്കിൽ മകളാകുന്നു. പാപിയുടെ അപ്പൻ്റെ പേര് പിശാച് എന്നാകുന്നുവെന്ന് വിശുദ്ധിയിൽ ജീവിക്കുന്നവരുടെ അപ്പൻ ദൈവമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ദൈവപുത്രൻ വന്നതെന്ന് വചനം പറയുന്നു. അപ്പോൾ എൻ്റെയും നിങ്ങളുടെ ഓരോരുത്തരുടെയും രക്ഷയ്ക്ക് വേണ്ടി ദൈവപുത്രൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. നമ്മൾ അവനിൽ വിശ്വസിക്കുമ്പോഴും അവനിൽ വസിക്കുമ്പോഴുമാണ് നമുക്ക് രക്ഷ ഉണ്ടാകുന്നത്. ദൈവത്തിൻ്റെ വിത്ത് നമ്മിൽ വസിക്കുന്നുവെന്ന് 1 ജോൺ 3:9 പറയുന്നു. കാരണം ദൈവത്തിൻ്റെ വിത്ത് നമ്മിൽ വസിക്കുന്നുവെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് 1 യോഹന്നാൻ 3:10 നമ്മളെപ്പോഴും ഓർക്കേണ്ട കാര്യമാണ്. ദൈവത്തിൻ്റെ മക്കളാരെന്നും പിശാചിൻ്റെ മക്കളാരെന്നും ഇതിനാൽ തെളിയുന്നു. നീതി പ്രവർത്തിക്കാത്തവനാരും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല. നീതി പ്രവർത്തിക്കാത്തവനും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല എന്ന് വചനം കൃത്യമായിട്ട് എടുത്തു പറയുന്നു. നമ്മളിത് വായിക്കുമ്പോൾ നമ്മളെ തന്നെ നമ്മൾ ശോധന ചെയ്ത് പരിശോധിക്കേണ്ടത് നമ്മുടെ ഒരു ഉത്തരവാദിത്വം തന്നെയാണ്. പാപം ചെയ്യുന്നതിനിൽ സാത്താൻ പ്രവേശിക്കുന്നുവെന്ന് നമ്മൾ നേരത്തെ തന്നെ ചിന്തിക്കുകയുണ്ടായി. അപ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സാത്താൻ കയറി വരുവാൻ നമ്മൾ വാതിൽ തുറന്നിട്ട് കൊടുക്കരുത് എന്നുള്ളതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം. 1 പീറ്റർ 1:15-16 നമ്മൾ വായിക്കുമ്പോൾ, എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ,
ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരാകുവീനെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഏത് പാപവും നൽകുന്നത് ഒരു സുഖമാണെന്ന് നമുക്ക് മനുഷ്യൻ്റെ ഈ ഒരു ജഡീക ജീവിതത്തിൽ തോന്നിപ്പോകും. മനുഷ്യന് ആനന്ദാനുഭവം ഉണ്ടാകും. പിന്നീട് അത് കയ്പും വിഷമവുമായി മാറുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. പഞ്ചേന്ദ്രിയങ്ങളെ പാപത്തിൽ നിന്ന് നമ്മൾ നിയന്ത്രിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്, നമ്മുടെ കടമയാണ്. ആന്തരിക ഇന്ദ്രിയങ്ങളെയും അംഗങ്ങളെയും പാപത്തിൽ നിന്ന് മാറ്റി നിയന്ത്രിച്ച് വിശുദ്ധ ജീവിതം നയിക്കണം. അപ്പോൾ മാനസാന്തരത്തിൻ്റെ അനുഭവം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് സാധിക്കുകയുള്ളൂ. എങ്കിലേ നമുക്ക് വിശുദ്ധ ജീവിതം നയിക്കുവാനും സാധിക്കുകയുള്ളൂ. പാപത്തെ പെരുക്കിക്കൊണ്ട് നമ്മൾ ഉള്ളിൽ ഉള്ള ചില ചിന്തകളാവട്ടെ, അതുപോലെ തന്നെ നമ്മളുടെ പ്രവൃത്തികളിൽ നിന്നുള്ള വരുന്ന ദോഷങ്ങളാകട്ടെ, അതൊക്കെയും നമ്മളെ പാപം പെരുക്കുവാനായിട്ട് കാരണങ്ങളാകുന്നുണ്ട്. നമ്മൾ നോക്കുമ്പോൾ സാക്ഷാൽ പത്രോസിൻ്റെ ഉള്ളിൽ ഒരിക്കൽ സാത്താൻ കയറിയതായിട്ട് നമ്മൾ വായിച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം അവൻ്റെ പ്രവർത്തനത്തിൽ ഉണ്ടായ പിഴവുകളിൽ നിന്നും പിന്നീട് അനുതപിച്ച് വീണ്ടും പത്രോസ് തന്നെ ഏറ്റവും അനുഗ്രഹമായി തീർന്നതെന്ന് നമുക്ക് അറിയാവുന്ന. അതായത് കർത്താവിൻ്റെ പീഡാനുഭവം കർത്താവ് ശിഷ്യന്മാരുമായിട്ട് ഷെയർ ചെയ്യുമ്പോഴാണ് പത്രോസ് യേശുവിനെ ഉപദേശിക്കുന്നത്. യെരുശലേമിലേക്ക് പോകുന്നതിനെ വിലക്കുകയാണ് ചെയ്തത്. അപ്പോൾ കർത്താവ് ഇങ്ങനെയാണ് പറഞ്ഞത്: സാത്താനെ, നീ എൻ്റെ പിന്നിലേക്ക് പോവുക, നീ മനുഷ്യൻ്റേത് ചിന്തിക്കുന്നു. സാത്താൻ പത്രോസിൽ കൂടി കുരിശിലെ യാഗത്തെ മുടക്കുവാനുള്ള ശ്രമമാണ് അന്ന് നടത്തിയത്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മിൽ കൂടെ സാത്താൻ പ്രവർത്തിച്ച് അനുഗ്രഹങ്ങളെ തടസ്സപ്പെടുത്തുന്നത് ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കാതിരിക്കാനായിട്ട് നമ്മൾ സാത്താന് പിടി കൊടുക്കാതെ ഇരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ അവനെ പിടി കൊടുക്കാതിരിക്കണമെങ്കിൽ നമ്മൾ കാദേശിലേക്ക് പ്രവേശിച്ച് അവിടെ ജീവിക്കണം. അതായത് കാദേശിലേക്ക് കയറി സാത്താനിൽ നിന്നും അകന്നിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. എന്നെ കേൾക്കുന്നവരായ എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. നിങ്ങളെ ഓരോരുത്തരെയും ദൈവം കാദേശിൽ കാത്തു സൂക്ഷിക്കുമാറാകട്ടെ. ഈ എളിയ വാക്കുകൾ, ഈ വചനങ്ങൾ എനിക്ക് അത്രമാത്രം നോളജോ അല്ലെങ്കിൽ പറയുവാനുള്ള പ്രാപ്തിയൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ്. ദയവ് ചെയ്ത് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഒരു നല്ല ദിവസം നേർന്നുകൊണ്ട് ഈ വീഡിയോ ചുരുക്കുന്നു. ബൈ ടു ഓൾ. ബൈ.